അനധികൃതമായി തോക്ക് കൈവശം വെച്ച കേസിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ മകൻ ഹണ്ടർ ബൈഡൻ കുറ്റക്കാരൻ. ഹണ്ടർ ബൈഡനെതിരെ 25 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ഇപ്പോൾ മധു കൊട്ടാരക്കര അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് തത്സമയം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മധു, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ മകൻ ഹണ്ടർ എന്ന റോബർട്ട് ഹണ്ടർ ബൈഡൻ 6 വർഷം മുമ്പ്, അതായത് 2018 ഒക്ടോബറിൽ ഒരു കൈത്തോക്ക് വാങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള കേസാണ് ഇപ്പോൾ ഈ ശിക്ഷ വന്നിരിക്കുന്നത്. 2018 നിയമവിരുദ്ധമായി റിവോൾവർ കൈവശം വാങ്ങി വെച്ചതും അതുകൂടാതെ അദ്ദേഹം ലഹരി ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ ഈ ഡെലവെയർ ഫെഡറൽ കോർട്ട് ആണ് അദ്ദേഹം കുറ്റക്കാരനായി കണ്ടെത്തിയിരിക്കുന്നത്. 3 മണിക്കൂർ നീണ്ട ജൂറി ചർച്ചകൾക്ക് ശേഷമാണ് അല്പസമയം മുമ്പ് ഈ വിധി വന്നത്. 54-കാരനായ ഹണ്ടർ ബൈഡന് 25 വർഷം വരെ തടവും $7.5 ലക്ഷം പിഴയായും ശിക്ഷയായി ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതേസമയം ഹണ്ടർ ബൈഡന് ക്രിമിനൽ പശ്ചാത്തലമൊന്നും ഇല്ലാത്തതിനാൽ ശിക്ഷയിൽ ഇളവ് ലഭിക്കുവാൻ സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ശിക്ഷ നടപ്പിലാക്കുന്ന തീയതി ഇനിയും തീരുമാനിച്ചിട്ടില്ല. ഒരു തോക്ക് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനകൾ നടത്തുക, രേഖകളിൽ സൂക്ഷിക്കേണ്ട വിവരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള തെറ്റായ പ്രസ്താവന നടത്തുക, അതുപോലെ നിയന്ത്രിത പദാർത്ഥം നിയമവിരുദ്ധമായി ഉപയോഗിക്കുന്ന ഒരു വ്യക്തി തോക്ക് കയ്യിൽ വെച്ചു എന്നിവയാണ് ഇപ്പോൾ ഹണ്ടർ ബൈഡനെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റകൃത്യങ്ങൾ. അതോടനുബന്ധിച്ച് തോക്ക് കച്ചവടക്കാരന് പൂരിപ്പിച്ചു കൊടുത്ത ഒരു ഫോമിൽ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിന് മറുപടിയായി ഇല്ല എന്നാണ് അടയാളപ്പെടുത്തിയത്. ജോ ബൈഡൻ മാപ്പ് നൽകില്ല എന്നുള്ള പ്രസ്താവനയും വന്നിട്ടുണ്ട്. ബൈഡൻ തന്റെ സ്കെഡ്യൂൾ എല്ലാം മാറ്റിവെച്ച് ഹണ്ടർ ബൈഡന്റെ സ്ഥലത്തേക്ക് യാത്ര തിരിച്ചതായിട്ടുള്ള വാർത്തകളാണ് വാഷിംഗ്ടണിൽ വരുന്നത്. ഉന്മേഷ്. ശരി മധു. മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.